ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പം എന്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും വളരെ നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ജോലി അന്വേഷിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ പറയണം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാമേ. ഒരു സൈറ്റ് നേഴ്സിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് അവർ ചോദിക്കുന്നത് 5+ years ഓഫ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഒക്കെ വേണം. ഇത് സൈറ്റ് നേഴ്സ് ആണ്. അഷ്കാൾ പ്രൊജക്ടിന്റെ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. അഷ്കാൾ പ്രൊജക്ടിന്റെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അവരുടെ ആഡിൽ അവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സൈറ്റ് നേഴ്സ് ആണ്. 4 month ഡ്യൂറേഷനിലാണ് ഉള്ളൂ. അപ്പോൾ ആരെങ്കിലും ഈ ജോബ് നോക്കുന്ന സൈറ്റ് നേഴ്സിന്റെ ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഞാൻ അതിന്റെ വാട്സപ്പ് നമ്പറും മെയിൽ ID ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. പിന്നെ വേറൊന്നും പറയാനുള്ളത്, മെയിനായിട്ട് പ്രീമിയം സൊല്യൂഷൻ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അവരുടെ സൈറ്റിൽ അവര് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിനവർ ചോദിച്ചിരിക്കുന്നത് അതിന്റെ അവര് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ് ബാച്ചുലർ ഡിഗ്രി പ്ലസ് QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതിന്റെ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ അവർ അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സ്പീച്ച് തെറാപ്പി ടെക്നീഷ്യന്റെ ആണ്. പ്രത്യേകിച്ച് അവർ അതിന്റെ അകത്ത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്പീച്ച് തെറാപ്പി ടെക്നീഷ്യന്റെ QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാര് പ്രീമിയം സൊല്യൂഷൻ കൺസൾട്ടൻസിയുടെ വെബ്സൈറ്റ് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ അവര് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒക്യുപേഷണൽ തെറാപ്പിയിൽ ബാച്ചുലർ ഡിഗ്രിയും QCHP ലൈസൻസ് എടുക്കാനുള്ള എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാര് പ്രീമിയം സൊല്യൂഷൻ കൺസൾട്ടൻസിയുടെ വെബ്സൈറ്റ് നോക്കുക കേട്ടോ. പിന്നെ ഒരു വേക്കൻസിയും കൂടെ അവരിട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാമേ. അതിൻ്റെ അകത്ത് അവർ കുറച്ച് റിക്വയർമെന്റ്സും റെസ്പോൺസിബിലിറ്റീസും സ്കിൽസും ഒക്കെ പറയുന്നുണ്ട് ഓരോ പ്രൊഫഷന്റെ. അതായത് സ്പീച്ച് തെറാപ്പിസ്റ്റിന്റെതും സ്പീച്ച് തെറാപ്പി ടെക്നീഷ്യന്റെയാണ്, ആൻഡ് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെതും. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു വേക്കൻസിയാണ് അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പിസ്റ്റ്. അപ്പോൾ ABA തെറാപ്പിസ്റ്റ്, അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പിസ്റ്റ്. അതിന് അതുപോലെ തന്നെ അതിന്റെ ക്വാളിഫിക്കേഷനും ലൈസൻസും ഒക്കെയുള്ള ആൾക്കാര് അതായത് പ്രീമിയം സൊല്യൂഷൻ കൺസൾട്ടൻസിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക കേട്ടോ. അപ്പൊ ഈ 3 വേക്കൻസിയാണ് മെയിൻ ആയിട്ട്: സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ABA തെറാപ്പിസ്റ്റ്, അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പിസ്റ്റ്. അപ്പോൾ ഈ 3 വേക്കൻസിയാണ് പ്രീമിയം സൊല്യൂഷൻ കൺസൾട്ടൻസി ഇട്ടിരിക്കുന്നത്. അവരുടെ സൈറ്റിലുണ്ട്, അതിന്റെ മെയിൽ ഐഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ വേണ്ടവർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പ്രീമിയം സൊല്യൂഷൻ കൺസൾട്ടൻസി. അതുപോലെ തന്നെ ഒരു അക്കൗണ്ട് അസോസിയേറ്റ്സിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. 5 years എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത്. അപ്പം അക്കൗണ്ടൻസിൽ ബാച്ചുലർ ഡിഗ്രിയോ മാസ്റ്റർ ഡിഗ്രിയും 5 വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാര്, അപ്പോൾ എക്സ്പീരിയൻസ് വേണമെന്ന് അവർ അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ളവർക്കാണ്. ഇപ്പൊ വാലിഡ് ഖത്തർ IDയും NOC ഒക്കെ ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അക്കൗണ്ട് അസോസിയേറ്റ്, അതിന്റെ വാട്സപ്പ് നമ്പറും മെയിൽ ID ഒക്കെ കൊടുത്തിട്ടുണ്ട് അവർ അതിന്റെ അകത്ത്. ആവശ്യമുള്ളവർ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഖത്തറിലുള്ള ഒരു ഡെന്റൽ സെന്ററിലേക്ക് ഓർത്തോഡോണ്ടിസ്റ്റ്, ഡെന്റൽ അസിസ്റ്റന്റ്, ഡെന്റൽ നഴ്സ്, ഇത്രയും വേക്കൻസീസ് അവർ ഇട്ടിട്ടുണ്ട്. അതായത് ഓർത്തോഡോണ്ടിസ്റ്റ്, ഡെന്റൽ അസിസ്റ്റന്റ്, ഡെന്റൽ നഴ്സ്. അപ്പം അതിന്റെ വാട്സപ്പും മെയിൽ ID ഒക്കെ വേണ്ട ആൾക്കാർ കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഒരു ഡോക്യുമെന്റ് കൺട്രോളറിന്റെ വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് അവർ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് കേട്ടോ. ഡോക്യുമെന്റ് കൺട്രോളറായിട്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരും, ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഖത്തർ IDയും NOCയും ഒക്കെ എക്സ്പീരിയൻസും ഒക്കെ റെഡി ആയിരിക്കുന്ന ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മെയിൽ IDയും വാട്സ്ആപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് വേണ്ടവർ കമന്റ് ചെയ്യാം, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഡോക്യുമെന്റ് കൺട്രോളർ, അക്കൗണ്ട് അസോസിയേറ്റ്സ്, ഡെന്റൽ നഴ്സ്, ഡെന്റൽ അസിസ്റ്റന്റ്, ഓർത്തോഡോണ്ടിസ്റ്റ്, അതുപോലെ തന്നെ പ്രീമിയം സൊല്യൂഷൻ കൺസൾട്ടൻസിയുടെ സ്പീച്ച് തെറാപ്പി ടെക്നീഷ്യൻ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് തെറാപ്പിസ്റ്റ്.
പിന്നെ സൈറ്റ് നഴ്സ്. ഇത്രയും വേക്കൻസിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റില് അവര് എന്താണ് സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടിന്റെ വേക്കൻസി അവരുടെ വെബ്സൈറ്റിൽ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബാച്ചിലർ ഡിഗ്രി ഹെൽത്ത് കെയർ റിലേറ്റഡ് ഫീൽഡിലുള്ള ബാച്ചിലർ ഡിഗ്രിയോ ഉള്ളവരും അതുപോലെ തന്നെ 6 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ ഹമദ് ഹോസ്പിറ്റലിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. സബ്ജക്ട് എക്സ്പേർട്ട് മാറ്റർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്ക് അവര് വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതേ സെയിം വേക്കൻസി ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ സൈറ്റിലും അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ വേക്കൻസി ഒക്കെ എല്ലാവരും ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.